ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബ് സിയാം സബക്ക് 34. വ മസ്രിഫുൽ ഫിദിയത്തി, ഫിദിയ കൊടുക്കേണ്ടുന്ന ഇടങ്ങൾ, സ്ഥലം, തിരിക്കപ്പെടേണ്ട സ്ഥലം. ഒന്ന് അൽ ഫുഖറാഉ, ഫക്കീറന്മാരാണ്. വൽ മസാക്കീനു, മിസ്കീന്മാരുമാണ്. ഖാസത്തൻ, അവർ തന്നെ പ്രത്യേകമാക്കപ്പെട്ട നിലയിൽ. അപ്പോൾ സക്കാത്തിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഇവരല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സക്കാത്തിൻ്റെ അവകാശികളിൽ നിന്ന് ഇവരല്ലാത്തവർക്ക് ഈ ഫിദിയ കൊടുക്കാൻ പറ്റില്ല. കാരണം അന്നൽ മിസ്കീന് ദുഃഖിറ ഫിൽ ആയത്തി വൽ ഹദീസി, മിസ്കീനെ സംബന്ധിച്ച് ആയത്തിലും ഹദീസിലും എന്താണ് മിസ്കീന് കൊടുക്കണമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വൽ ഫക്കീറു, ഫക്കീർ അസ്വഉ ഹാല മിൻഹു, ഈ മിസ്കീനിനേക്കാളും അവസ്ഥ വല്ലാത്ത മോശമായ അപായ ആളാണ് ഫക്കീർ. അപ്പം ഇല്ലവലുകൊണ്ട് ഫക്കീറിനും കൊടുക്കണമെന്ന് അതിൽ നിന്ന് വരും. അപ്പം മിസ്കീനെ പറഞ്ഞെങ്കിലും എന്ത് ചെയ്യും? ഫക്കീറും അതിനകത്ത് പെടുമെന്നർത്ഥം. കാരണം മിസ്കീനേക്കാൾ അപായ ആളാണല്ലോ ഫക്കീർ. പിന്നെ വലഹു, അവന് ജായിസാണ് സർഫു അംദാദി മിൻഹ, ആ ഫിദിയയിൽ നിന്നുള്ള കുറേ മുദ്ദുകൾ തിരിക്കൽ ഇലാ ഷഖ്സിൻ വാഹിദിൻ, ഒരു വ്യക്തിയിലേക്ക്. അപ്പോൾ കുറേ മുദ്ദുകളും കൂടി ഒരു വ്യക്തിക്ക് കൊടുക്കൽ അനുവദനീയമാണ്. എന്നാൽ വലാ യജൂസു സർഫു മുദ്ദിൻ മിൻഹ, ആ ഫിദിയയിൽ നിന്നുള്ള ഒരു മുദ്ദിനെ തിരിക്കൽ ജായിസാവൂല ഇലാ ഷഖ്സൈനി, രണ്ട് വ്യക്തിയിലേക്ക്. അപ്പോൾ ഒരു മുദ്ദിനെ പപ്പാതിയാക്കി രണ്ട് വ്യക്തികൾക്ക് കൊടുക്കൽ, മുദ്ദിനെ പകുതിയാക്കൽ പറ്റൂല. ഫിദിയ കൊടുക്കേണ്ടത് എന്താണ്? ഇപ്പോൾ ജിൻസുഹ, ആ ഫിദിയയുടെ ജിൻസാകുന്നത്, വർഗമാകുന്നത് ജിൻസുൽ ഫിത്രത്തി, ഫിത്രത്തിൻ്റെ ജിൻസ് തന്നെയാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഏതാണോ അത് തന്നെയാണ് ഇവിടെ ഫിദിയയും കൊടുക്കേണ്ടത്. അപ്പോൾ യുത്തബറു ഓലിബ് കൂത്തിൽ ബലതി അലൽ അസഹി, അസഹ് പ്രകാരം നാട്ടിലെ ഓലിബ് കൂത്ത്, സാധാരണ ഭക്ഷണം, സാധനം പരിഗണിക്കപ്പെടും. വല യുജ്സിഉ അദ്ദഖീഖു വസ്സവീഖു, അരിപ്പൊടിയും അതുപോലെ ഗോതമ്പ് പൊടിയും, സവീഖ് എന്ന് പറഞ്ഞാൽ ഷഴീറും അതുപോലെ തന്നെ ഹിന്ദത്തും ഒക്കെ പൊടിച്ചുണ്ടാക്കുന്നതിനാണ് സവീഖ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മതിയാകൂല. മസബക്ക മുമ്പ് 38-ാം പേജിൽ സക്കാത്തിൻ്റെ ബാബിൽ പറഞ്ഞതുപോലെ. ഫസുലുൻ തജിബുൽ കഫാറത്തു, കഫാറത്ത് നിർബന്ധമാകും. വസതഅതി, ആ കഫാറത്ത് എന്താണ് എന്നുള്ളത് ശേഷം വരും. 71-ാമത്തെ പേജിൽ പറയും. കഫാറത്ത് പ്രായശ്ചിത്തം നിർബന്ധമാകും. എന്തുകൊണ്ട് നിർബന്ധമാകും? ബി ഇഫ്സാദി സൗമി യൗമിൻ മിൻ റമളാന, റമളാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നോമ്പിനെ ഫസാദാക്കൽ കൊണ്ട് കഫാറത്ത് നിർബന്ധമാകും. എങ്ങനെ ഫസാദാക്കി? ബി ജിമാഇൻ, ജിമാ കൊണ്ട് ഫസാദാക്കി. എങ്ങനത്തെ ജിമാ? അസിമ ബിഹി, ആ ജിമാ കൊണ്ട് അവൻ കുറ്റക്കാരനായി. അവൻ ജിമാ കൊണ്ട് കുറ്റക്കാരനായ ജിമാ, ആ ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കി. ഈ കുറ്റക്കാരനാകാൻ കാരണം എന്താ? അത് ബി സബബി സൗമി, നോമ്പിൻ്റെ കാരണം കൊണ്ടാണ് ആ ജിമാ കൊണ്ട് അവൻ കുറ്റക്കാരനായത്. അപ്പോൾ അങ്ങനെ ആ ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കിയാൽ കഫാറത്ത് കൊടുക്കണം. ഫഹാദിഹി ഹംസത്തു ഖുയൂദിൻ, അപ്പോൾ മുസന്നിഫ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത് 5 കൈദുകളാണ്. അങ്ങനത്തെ 5 കൈദുകൾ. തന്തഫിൽ കഫാറത്തു, കഫാറത്ത് ഇല്ലാതെയാകും. ബിന്ദിഫായി കുല്ലി വാഹിദിൻ മിൻഹ, ആ കൈദുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയാകലോടുകൂടെ ഈ കഫാറത്ത് ഇല്ലാതെയാകും. അപ്പോൾ എന്താണ്? ആ കൈദ് ജമ്മിനുള്ള കൈദാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ കൈദുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് കഫാറത്ത് നിർബന്ധമാകുന്നത്. കമാകാലം മുസന്നിഫ് പറഞ്ഞതുപോലെ ഈ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതെയായാൽ കഫാറത്ത് ഇല്ലാതെയാകുമെന്ന് മുസന്നിഫ് ശേഷം ഓരോന്നിൻ്റെ ഇത്റാദ് പറയുന്നുണ്ട്. അവിടെ 5 എന്ന് കലിയൂബയോടെ എഴുതി 5 എന്ന് മുസന്നിഫ് പറഞ്ഞ ഹസ്സഹാ ബിദ്ദിക്രി ലി കൗനിൽ മുസന്നിഫ് നസാല മുഹ്തറസാത്തിഹ, അതിൻ്റെ മുഹ്തറസാത്തുകൾ മുസന്നിഫ് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്ത് 5 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇല്ല ഫൈ അക്തർ, അതിനേക്കാളും അക്തറാണ്. കാരണം അന്നഹ അഷറത്ത് ഖുയൂദിൻ, 10 കൈദുകളുണ്ട് എന്ന്. ബൽ 11, എന്നല്ല 11ഓളം കൈദുകളുണ്ട് എന്ന്. എന്നിട്ട് കലിയൂബി അവിടെ ഇതിൽ ഇഫ്സാദ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മുസന്നിഫ് ഇവിടെ പറഞ്ഞ 5 കൈദുകൾ എന്നാണ്.
അതതിൻ്റെ മുഹ്തറാത്തുകൾ മുസന്നിഫ് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 5 എന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ വല കഫാറത്ത് ഇല്ല അല നാസിൻ, മറന്ന് ജിമാ ചെയ്തവൻ്റെ മേൽ കഫാറത്തില്ല. കാരണല്ലേ അന്ന ജിമാ അഹു, അവൻ്റെ ജിമാ ലാ യുഫ്സിദു സൗമ അലൽ മദ്ഹബി, മദ്ഹബ് പ്രകാരം അവൻ്റെ ജിമാ നോമ്പിനെ ഫസാദാക്കൂല. അപ്പോൾ നമ്മൾ നോമ്പിനെ ഫസാദാക്കുന്ന എന്ന് പറഞ്ഞ ഉസ്താദ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് പുറപ്പെട്ടു, ഫസാദാക്കുന്ന ജിമായിൽ നിന്ന് പുറപ്പെട്ടു. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ പിന്നെ മറന്നുകൊണ്ട് ജിമാ ചെയ്താൽ എന്താക്കില്ല, നോമ്പിനെ ഫസാദാക്കില്ല. വൈൻകൊല്ല, ഇനി നമ്മൾ പറഞ്ഞാൽ യുഫ്സിദുഹു, ആ നോമ്പിനെ ഫസാദാക്കും എന്ന് പറഞ്ഞാൽ ഫഖീല, അപ്പോൾ പറയപ്പെട്ടു തജിബുൽ കഫാറത്തു, അപ്പോൾ കഫാറത്ത് നിർബന്ധമാകുക എന്നൊരു അഭിപ്രായം. കാണൽ ഇന്തിസാബിഹി ഇല തഖ്സീരി, അത് പിന്നെ ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിലേക്ക് പിന്നെ കൂട്ടിയതിന് വേണ്ടി. മറന്നാണെങ്കിലും ഇവൻ എന്ത് ചെയ്തില്ല, നോമ്പ് കാലമാണല്ലോ, അപ്പോൾ അവൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തില്ല എന്ന ഭാഗത്ത് ഇവൻ്റെ ഭാഗത്ത് തഖ്സീർ ഉണ്ടായതിലേക്ക് അതിലേക്ക് ചേർത്തതിന് വേണ്ടി കഫാറത്ത് നിർബന്ധമാകും എന്നാണ് പറഞ്ഞത്. അല്ല അസഹു, എന്നാൽ അവിടെ അസഹ് ലാ തജിബു, അതായത് നോമ്പിനെ ഫസാദാക്കും എന്ന് വെച്ചാൽ തന്നെ അസഹ് ലാ തജിബു, അവിടെ നിർബന്ധം ഇല്ല എന്നുള്ള, കഫാറത്ത് നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. കാരണം ലി അന്നഹ, ആ കഫാറത്ത് തത്ബഉൽ ഇസ്മ, അതൊരു കുറ്റത്തിനോടാണ് തുടരുന്നത്. കാരണം അപ്പോൾ കുറ്റം ഉണ്ടാകുമ്പോഴാണ്, ഒരു ഇസ്മുണ്ടാകുമ്പോഴാണ് അതിനോട് തുടർന്നാണ് കഫാറത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ മറന്നിട്ട് ചെയ്തവന് എന്താണ് കുറ്റം ചെയ്തു എന്ന് പറയാൻ പറ്റൂലല്ലോ. നോമ്പ് ഫസാദാകുമെങ്കിലും അത് മദ്ഹബിൻ്റെ മുഖാബിലനുസരിച്ച് പറയുകയാണെങ്കിൽ, നോമ്പ് ഫസാദാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഇവൻ കുറ്റം ചെയ്തു എന്ന് പറയാനല്ലോ. അപ്പം കുറ്റത്തിനോട് തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഫാറത്ത് വരുന്നതെന്നാണ് അസഹ് പ്രകാരം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഫാറത്ത് നിർബന്ധമില്ല. പിന്നെ വല മുഫ്സിദി ഗൈരി റമളാന, റമളാൻ അല്ലാത്ത മാസത്തെ നോമ്പിനെ ഫസാദാക്കിയവൻ്റെ മേലും, മാസത്തെ എന്നല്ല, റമളാൻ അല്ലാത്തതായ നോമ്പിനെ ഫസാദാക്കിയവന് കഫാറത്തില്ല. അതെന്തിനാൽ മിൻ നദിരിൻ ഔ ഖലാഇൻ ഔ കഫാറത്തിൻ, നേർച്ച നോമ്പ് അല്ലെങ്കിൽ ഖലാ നോമ്പ് അല്ലെങ്കിൽ കഫാറത്ത് നോമ്പ്, ഇതൊക്കെ ജിമാ കൊണ്ട് ഫസാദാക്കിയവന് കഫാറത്ത് ഉണ്ട്. കാണലി അന്ന നസ്സ വറദ ഫി റമളാന, നസ് വന്നത് റമളാനിലെ നോമ്പിനെ ഫസാദാകുന്നതിനെ സംബന്ധിച്ചാണ്. കമസയത്തി ശേഷം അത് പറയും. വഹുവ, ആ റമളാൻ മഖ്സൂസും ബി ഫളായില, അതിനും പുറമെ ഈ റമളാൻ എന്താണ്, കുറേ പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്. എങ്ങനത്തെ ശ്രേഷ്ഠതകൾ? ലാ യുശാരിക്കുഹു വൈറുഹു ഫീഹ, ആ ശ്രേഷ്ഠതകളിൽ ആ റമളാൻ അല്ലാത്തത് ആ റമളാനിനോട് പങ്കാകില്ല. ലാ യുശാരിക്കുഹു, ആ റമളാനിനോട് പങ്കാകുകയില്ല. വൈറുഹു, ആ റമളാൻ അല്ലാത്തത് പങ്കാകില്ല. എവിടെ? ഫീഹ, ആ ഫളായിലുകളിൽ പങ്കാകില്ല. അപ്പം അങ്ങനത്തെ ശ്രേഷ്ഠതകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഇതുമാണ് റമളാൻ. അപ്പോൾ അതുകൊണ്ട് അതിലാണത് വന്നിട്ടുള്ളത്, നസ് വന്നിട്ടുള്ളത്. അപ്പോൾ റമളാനിലെ നോമ്പിനെ ഫസാദാക്കുമ്പോഴേ കഫാറത്തുള്ളൂ. ഔ മുഫ്സിദി റമളാന ബി ഗൈരിൽ ജിമായി, അല്ലെങ്കിൽ റമളാനിനെ ഫസാദാക്കി എങ്ങനെ? ബി ഗൈരിൽ ജിമായി, ജിമാ അല്ലാത്തത് കൊണ്ടാണ് റമളാൻ നോമ്പിനെ ഫസാദാക്കിയത്, എന്നാലും കഫാറത്തില്ല. കല്ലക്കിലി, തിന്നും പോലെ, ഷുർബി, കുടിക്കും പോലെ, ലിസ്തിംനായി, ഇന്ദ്രിയം പുറപ്പെടുവിക്കുന്നത് പോലെ. അതുപോലെ വൽ മുബാശറത്തി ഫീമാ ദൂനൽ ഫർജി, ഫർജിന് താഴെ ഉള്ള സ്ഥലങ്ങളിൽ, ഫർജിനെ കൂടാതെ ഉള്ള സ്ഥലങ്ങളിൽ മുബാശറത്ത് ചെയ്യും പോലെ. എങ്ങനത്തെ മുബാശറത്താണ്? അൽ മുഫ്ലിയത്തി ഇലൽ ഇൻസാലി, മനി പുറപ്പെടലിലേക്ക് കൂട്ടുന്നതായ മുബാശറത്ത്. ഇതൊക്കെ കൊണ്ട് നോമ്പ് മുറിച്ചാൽ അവിടെ കഫാറത്തില്ല. കാണലി അന്ന നസ് വറദ ഫിൽ ജിമാ, ഈ ജിമാ ചെയ്ത് നോമ്പ് കുറിക്കുന്നതിനെ സംബന്ധിച്ചാണ് നസ് വന്നിട്ടുള്ളത്. വമാ അദാഹു, ജിമാ അല്ലാത്ത ഒന്ന് ലൈസ ഫി മാനാഹു, ആ ജിമാൻ്റെ മാനയിലല്ല. അപ്പോൾ മുബാശറത്ത് കൊണ്ട് സിംന കൊണ്ടൊക്കെ ഒന്ന് എന്തില്ല, കഫാറത്ത് കൊടുക്കേണ്ടതില്ല. വലാല മുസാഫിരിൻ സ്വായിമിൻ, നോമ്പുകാരനായ ഒരു മുസാഫിറിൻ്റെ മേലും കഫാറത്തില്ല. എങ്ങനത്തെ മുസാഫിർ? ജാമ, അവൻ എന്ത് ചെയ്തു? ജിമാ ചെയ്തു. ബി നിയ്യത്തി തറഹുസി, റുഖ്സ, ഇളവ്, നോമ്പുകാരന് ഇളവുണ്ട് എന്ന ആ ഇളവുണ്ട് എന്ന നിയ്യത്തോടുകൂടെ ഇവൻ ജിമാ ചെയ്തു. അവൻ എന്നാൽ കഫാറത്ത് കൊടുക്കണ്ടല്ല. കാരണം അന്നഹു ലം യസിം ബിഹി, ആ ജിമാ കൊണ്ട് അവൻ കുറ്റക്കാരനായിട്ടില്ല.
കാരണം യാത്രക്കാരന് ഇളവുണ്ടല്ലോ, ആ ഇളവോടുകൂടെ കരുതിക്കൊണ്ടാണ് അവൻ ജിമാ ചെയ്തത്. അപ്പോൾ അവൻ കുറ്റക്കാരനാവില്ല. വഖദാബി ഗൈരിഹ, ഇപ്രകാരം തന്നെ ആ നിയ്യത്തിനെ കൂടാതെ ജിമാ ചെയ്താലും, ബി ഗൈരിഹ ആ നിയ്യത്തിനെ കൂടാതെ, നിയ്യത്തല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിയ്യത്തിനെ കൂടാതെ. വൈൻകുൽന യസിമു ബിഹി, അങ്ങനെ നിയ്യത്ത് ചെയ്യാതെ അവൻ ജിമാ ചെയ്താൽ കുറ്റക്കാരനാകുമെന്ന് നമ്മൾ പറഞ്ഞാലും ശരി, ഫിൽ അസഹി അസഹ് പ്രകാരം എന്താണ് അവൻ കൊടുക്കേണ്ടതില്ല. കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞാലും ശരി, കാരണം കുറ്റക്കാരനാകില്ലെങ്കിൽ മേളിൽ നമ്മൾ പറഞ്ഞത് കുറ്റക്കാരനാകില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ മേളിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കുറ്റക്കാരനാകുമെങ്കിലും എന്താണ് അസഹ് പ്രകാരം ഇവിടെ ഈ മുസാഫിർ ആ നിയ്യത്തില്ലാതെ ജിമാ ചെയ്താലും കൊടുക്കേണ്ടതില്ല എന്നാണ്. അതിന് കാരണം പറഞ്ഞാൽ അന്നൽ ഇഫ്താറ മുബാഹുൽ ലഹു, നോമ്പ് മുറിക്കുക എന്നുള്ളത് അവന് ഹലാലാക്കപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ യസീറു, അപ്പോൾ അത് ഹലാലാക്കപ്പെട്ടാകുക എന്നത് ആകും എന്താകും, ഒരു ശുബ്ഹത്തൻ, അത് ശുബ്ഹത്തായിട്ട് മാറും. ഫി ദർഇൽ കഫാറത്തി, കഫാറത്തിനെ തടയുന്നതിൽ ഒരു ശുബ്ഹത്തിൻ്റെ സ്ഥാനത്തായിട്ട് മാറും. ഏത്, ഇവന് നോമ്പ് മുറിക്കൽ ഹലാലായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ കഫാറത്തിനെ തടയുന്നതിന് എനിക്കൊരു ശുബ്ഹത്താവും. അത് അവിടെ പറയേണ്ടതില്ല എന്നൊക്കെ കൽയൂബി പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇബ്നു ഹജർ തങ്ങളൊക്കെ ഈ കാരണം അവിടെ തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൽയൂബി അവിടെ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഇത് ഇപ്പോൾ ഖൗലി ഷാരിഹി ഫയസീറു ശുബ്ഹത്തൻ ഇലഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാജത്ത ഇലൈഹി, അതിൻ്റെ ആവശ്യമില്ല. ബൽ ഹുവ മുളിറുൻ, അത് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണെന്ന് കൽയൂബി പറഞ്ഞു. കാരണം ലിഖ്ത്ലായി അന്നഹു ലം യുഖ്റജ് ബി കലാമിൽ മുസന്നിഫിൻ്റെ കലാമ് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ മസ്അല ഖാരിജാകൂല്ല എന്ന് എന്ത് ചെയ്യും തോന്നും, അത് കേട്ടില്ല എന്നതിലേക്ക് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് അത് പറയണ്ട. കാരണം അവിടെ പിന്നെ ഈ നോമ്പ് ഇവിടെ അവൻ കുറ്റക്കാരനായത് എന്താണ്, ആ പറയപ്പെട്ട നിയ്യത്തില്ലാത്തതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് അവൻ കുറ്റക്കാരനായത്, അല്ലാതെ നോമ്പിൻ്റെ കാരണത്തിന് വേണ്ടിയിട്ടല്ല അവിടെ. അപ്പം പിന്നെ മുസന്നിഫ് നോമ്പിൻ്റെ കാരണം കൊണ്ട് കുറ്റക്കാരനാകുക എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇത് പുറത്തു പോയല്ലോ. അപ്പം പിന്നെ ഇവിടെ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ഈ ഇല്ലത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യസീറു ശുബ്ഹത്തൻ ഫി ദർഇൽ കഫാറത്തി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നോമ്പിൻ്റെ കാരണം കൊണ്ടല്ല ഇവിടെ എന്ത് ചെയ്തത്, പിന്നെ അവൻ കുറ്റക്കാരനായത്, മറിച്ച് അവൻ ആ നിയ്യത്തിനെ ഉപേക്ഷിച്ചു എന്ന നിലയ്ക്കാണ് എന്നാണ് കൽയൂബി പറയുന്നത്. പക്ഷേ ഇബ്നു ഹജർ തങ്ങളും ഷാരിഹൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. യസീറു ശുബ്ഹത്തൻ ഫി ദർഇൽ കഫാറത്തി എന്നുള്ളത് ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൽയൂബി പിന്നെ കൂടെ വലിയ ബുദ്ധിമാനാണല്ലോ. അപ്പം പിന്നെ കൽയൂബി അങ്ങനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കരുതെന്നൊക്കെയാണല്ലോ ഖുർദിയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഖുർദിയാണെന്ന് തോന്നുന്നത്, അല്ല ഫത്താവൽ കുബ്രയിൽ, പിന്നെ ഖുർദിയുടെ ഇബാർത്ത് ഫത്താവൽ കുബ്രയിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൽയൂബി ഇമാമിനെ കുറിച്ച് പറയുമ്പോഴേ വഖദ് റഅയ്തു, ഫത്താവൽ കുബ്രയിൽ പറയാണ്, വഖദ് റഅയ്തു മിൻ ശൈഖി അൽ മർഹൂം അശ്ശൈഖ് യൂസുഫ് അൽ ഖുർദി നഖലൻ അൻ മശായിഖിഹി ഔ ബഅദിഹിം അന്ന ശിഹാബ് അൽ ഖൽയൂബി ഇദാ ഖാലഫ ഗൈറഹു, ഈ ഖൽയൂബി മറ്റുള്ളവരോട് എതിരായിട്ട് വല്ലതും പറഞ്ഞാൽ ലാ യഅ്തമിദു അലാ കലാമിഹി, അദ്ദേഹത്തിൻ്റെ മേൽ അതിൻ്റെ കലാമിൻ്റെ മേൽ ഇത്തിമാദ് ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു അല്ലലഹു, എന്നിട്ട് അതിന് കാരണം പറഞ്ഞു, അന്ന ശൈഖ് ഖൽയൂബി കാന ലഹു ദിഹ്നുൻ വ ഫഹ്മുൻ ജയ്യിദുൻ, ഈ ഖൽയൂബി ഇമാമിന് വല്ലാത്ത ബുദ്ധിയാണ്. അപ്പോൾ ഫറുബ്ബമ യറുദ്ദു കലാമു ഗൈരിഹി ബി ഫഹ്മിഹി, അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആ ഫഹ്മ് കാരണം കൊണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരുടെ കലാമിനെയൊക്കെ എന്ത് ചെയ്യും, അത്രയ്ക്കും വലിയ ബുദ്ധിപൂർമ്മതയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് റദ്ദ് ചെയ്യും. എന്നാൽ വൽ ഫിഖ്ഹു നഖലുൻ, ഫിഖ് നഖലാണല്ലോ, അജീത്തുമാ നസു അലൈഹി, ഫിഖിൽ ആ നഖല് നസായ എന്താണോ അതിനോട് പിന്തുടർ നിർബന്ധമാണല്ലോ. സവാഉൻ ലഹറ വജ്ഹുഹു അംല, അതിൻ്റെ വജ്ഹ് ലാഹിറാകട്ടെ ലാഹിറാകാതിരിക്കട്ടെ, കമാ നബ്ബഹു അലൈഹി. എന്നിട്ട് ബയ്യന്തുഹു ഫി കാശിഫി താം അൻ ഹുക്മി തജറുദ് ഖബലൽ മീഖാത്തിൽ ലിൽ ഇഹ്റാം എന്ന ഗ്രന്ഥത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ടെന്ന് വിനോദ തങ്ങൾ ഫത്താവൽ കുബ്രയിൽ പറയുന്നുണ്ട്. ഫത്താവൽ കുബ്രയിലെ ഇബാർത്താണ് ഞാൻ വായിച്ചത്. അപ്പോൾ കൽയൂബി ഇമാം അങ്ങനെ പല സ്ഥലത്തും എന്ത് ചെയ്യും, മൂപ്പരുടെ ബുദ്ധി കൊണ്ട് പറയും. ഏതാവട്ടെ. അപ്പോൾ ഇതിങ്ങനെ
ഈ കഫാറത്തിനെ തടയുന്നതിലൊരു ശുഭത്തായിട്ട് മാറും. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, കഫാറത്ത് കൊടുക്കേണ്ടതില്ല. വഹാദ ഈ പറഞ്ഞത്, അത് ഈ പറഞ്ഞ ഇല്ലത്ത് പറഞ്ഞ അന്നൽ ഇഫ്താറ മുബാഹുൽ ലഹു ഫയസീറു ശുഭത്ത് എന്ന് പറഞ്ഞ ആ പറഞ്ഞ കാരണം ദാഫിൻ അത് തടയുന്നതാണ്. ഇത് കൗലി സാനി, ഈ അസഹിൻ്റെ രണ്ടാം കൗലിനെ ദഫി ചെയ്യുന്നതാണ്. എന്താണ് രണ്ടാം കൗല്? തൽസമുഹു, ആ കഫാറത്ത് നിർബന്ധമാകും. കാരണം ഇസ്മിഹി, അവന് കുറ്റം ചെയ്തതിന് വേണ്ടി. കാരണം എന്താ കുറ്റം ചെയ്യാൻ കാരണം എന്താ? ഫൈന റുഖ്സ എന്നുള്ളത് ലാ തുബാഹു, അത് ഹലാലാകൂല ബിദൂനി ഖസ്തിഹ, ആ റുഖ്സയെ കരുതൽ കൂടാതെ അത് ഹലാലാകൂല. അപ്പം കരുതാതെ ചെയ്തപ്പോൾ അവൻ കുറ്റക്കാരനായി എന്ന നിലയ്ക്ക്. അപ്പോൾ ആ കുറ്റക്കാരനായതുകൊണ്ട് കഫാറത്ത് നിർബന്ധമാകും എന്നാണ് താനിക്കാർ പറഞ്ഞത്. ആ താനിക്കാരുടെ കൗലിനെ റദ്ദ് ചെയ്യുന്നതാണ് മേളി പറഞ്ഞ ആ ഇല്ലത്ത്. പിന്നെ വൽ മരീദു, രോഗി കൽ മുസാഫിരി, മുസാഫിറിനെ പോലെയാണ്. ഫീമാ ദുക്കറ, ഈ പറയപ്പെട്ട വിഷയത്തിൽ രോഗി ആരെ പോലെയാണ്? ഈ മുസാഫിറിനെ പോലെയാണ്. അവൻ അങ്ങനെ ജിമാ ചെയ്ത് കഴിഞ്ഞാൽ അവന് കഫാറത്ത് കൊടുക്കേണ്ട ഇല്ല.